പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്നത് ഇന്ന് നിത്യേന കൂടി വരുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ 50% അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രമേഹം വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ 50%നെ പൂർണ്ണമായും 100%ത്തിലേക്ക് നയിക്കുന്നത് നമ്മളുടെ ജീവിതശൈലിയാണ്. ബാക്കിയുള്ള 20%വും മറ്റ് അസുഖങ്ങൾ കൊണ്ടോ പാൻക്രിയാസിൻ്റെ ഡിസ്ഫങ്ഷൻ അഥവാ പാൻക്രിയാസിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഡയബറ്റീസ് അഥവാ പ്രമേഹം നമ്മൾക്ക് ഉണ്ടാവുന്നത്. ഭക്ഷണ രീതികളും എക്സസൈസ് ഇല്ലായ്മയും നിത്യേന രോഗികളായവരോ അല്ലെങ്കിൽ തുടർച്ചയായി മരുന്ന് കഴിക്കുന്നവർക്കോ ഡയബറ്റീസ് അഥവാ പ്രമേഹം എന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ടൈപ്പ് 1 ഡയബറ്റീസ് കുഞ്ഞുങ്ങൾക്ക് വരുന്ന പ്രമേഹാവസ്ഥയാണ്. അത് അവർക്ക് ജനറ്റിക്കലിയോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ മൂലമോ വരുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ പാൻക്രിയാസിന് പൂർണ്ണമായും ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ടൈപ്പ് 2 ഡയബറ്റീസ് അത് മുതിർന്നവർക്ക് വരുന്ന ഒരു ഡയബറ്റീസ് കണ്ടീഷനാണ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വരുന്ന ഡയബറ്റിക് കണ്ടീഷനാണ്. അവർക്ക് ഗർഭാവസ്ഥ കഴിയുന്നതോടെ ഡയബറ്റീസ് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുകയും പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ദാഹം കൂടുകയും വിശപ്പ് കൂടുകയും അമിതമായി മൂത്രമൊഴിക്കുകയും സ്വെറ്റിംഗ് അഥവാ വിയർപ്പ് കൂടുതലായിരിക്കും, തലവേദന, ക്ഷീണം തുടങ്ങിയവ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈപ്പോഗ്ലൈസീമിയ അഥവാ ഷുഗർ കുറയുന്ന അവസ്ഥ, ഹൈപ്പർ ഗ്ലൈസീമിയ അഥവാ ഷുഗർ കൂടുന്ന അവസ്ഥ, ഈ 2 അവസ്ഥയിലൂടെയും പ്രമേഹ രോഗികൾ കടന്നു പോവാവുന്നതാണ്. മരുന്ന് മാത്രം കഴിക്കുന്നതിലൂടെ പ്രമേഹം പൂർണ്ണമായും നമുക്ക് വിട്ടുമാറുകയില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണ രീതികൾ പൂർണ്ണമായും കൺട്രോൾ ചെയ്യേണ്ടതാണ്. കൂടാതെ എക്സസൈസും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. 10 വർഷത്തിലേറെയായ പ്രമേഹ രോഗികൾക്ക് കോംപ്ലിക്കേഷൻസ് വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അവർ പൂർണ്ണമായും ഭക്ഷണരീതി കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ. നമ്മുടെ ശരീരത്തിൽ അധികമായിരിക്കുന്ന ഗ്ലൂക്കോസ് ഘടകം ശരീരത്തിലെ രക്തക്കുഴലുകളെ നേർത്തതാക്കുകയും കൂടാതെ രക്തങ്ങൾ കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോവുകയും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരീരത്തിലെ അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഇത് നമ്മളുടെ കണ്ണുകളെ ബാധിക്കുന്നു. കണ്ണുകളുടെ കാഴ്ചകൾ മങ്ങിയതാവുകയോ കാഴ്ചകൾ പൂർണ്ണമായി നഷ്ടപ്പെടുവാനുള്ള അവസ്ഥയും കാണുന്നു. വൃക്കകളെയും ബാധിക്കുന്നു. വൃക്കകളെ ബാധിക്കുമ്പോൾ വൃക്കകൾക്ക് അവസാനം ഡാമേജ് അഥവാ നാശമാണ് ഉണ്ടാവുന്നത്. അത് ഒരു ഡയാലിസിസിലൂടെയോ അല്ലെങ്കിൽ കിഡ്നി റീപ്ലേസ്മെൻറ്റ് സർജറിയിലൂടെ മാത്രമേ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുള്ളൂ. കൂടാതെ ഹൃദയത്തിൻ്റെ വാൾവിലും രക്തങ്ങൾ അടിഞ്ഞുകൂടുകയോ അതോ കട്ട പിടിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിൽ അറ്റാക്ക് അഥവാ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഡയബറ്റീസ് അഥവാ പ്രമേഹം നമ്മളുടെ കാലുകളെയും ബാധിക്കുന്നുണ്ട്. കാലുകളിലേക്കുള്ള രക്തഓട്ടം കുറയുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുകയാണ്. ചൂട്, തണുപ്പ് ആരെങ്കിലും തൊട്ടാൽ പോലും നമ്മൾ അറിയാത്ത അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ കാലുകളെ പ്രത്യേകമായി കെയർ ചെയ്യേണ്ടതാണ്. പുറമേക്ക് നടക്കാനിറങ്ങുന്ന സമയത്ത് തീർച്ചയായും ചെരുപ്പുകൾ ഉപയോഗിക്കേണ്ടതാണ്. എത്ര ചെറിയ മുറിവുകളാണെങ്കിൽ കൂടിയും നിസ്സാരമായി തള്ളിക്കളയാതെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കെയർ സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മരുന്നിനോടൊപ്പം ഭക്ഷണം ക്രമീകരിക്കുന്നതിന് വലിയ പങ്കുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ കൂടെ എക്സസൈസും ചെയ്യേണ്ടതാണ്. തടി അഥവാ ഒബേസിറ്റി ഉണ്ടെങ്കിൽ അതും കുറയ്ക്കേണ്ടതാണ്. കൂടുതലായും വയറ് ചാടുന്ന അവസ്ഥയിൽ ഒരുപാട് വിസ്റൽ ഫാറ്റ് അടിഞ്ഞുകൂടുകയും അതും നമ്മൾക്ക് ഇൻസുലിൻ പ്രൊഡക്ഷന് ഇമ്പയർമെൻറ്റ് വരുത്തുകയും ചെയ്യുന്നു. തടി BP, ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എല്ലാം തടി കുറയുന്നതിലൂടെ കുറയുന്ന അവസ്ഥയാണ്. പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കുന്നതാണ്. താങ്ക് യു.